വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കാണ് ഇന്ന് എന്നെ കേൾക്കുന്നവരെ ഞാൻ ക്ഷണിക്കുന്നത്. എൻ്റെ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഇതുവരെയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു തിരിച്ചറിവ് തരാനാണ് ഈ വചന കേൾവിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിശ്ചയമായിട്ടും ഈ വചനം നിങ്ങൾക്ക് ഒരു വലിയ തിരിച്ചറിവായിട്ട് മാറും എന്നുള്ളതിൽ രണ്ടു പക്ഷമില്ല. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കാം. ഇന്നത്തെ വചന കേൾവിക്ക് വേണ്ടി റെഡിയായി കഴിഞ്ഞെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇവിടെ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ, മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. രണ്ടുപേരുടെ ഉദ്ദേശം, വരവിന്റെ ഉദ്ദേശം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒന്ന്, കള്ളൻ എന്തിനാ വരുന്നേ? രണ്ട്, ഞാൻ എന്തിനാ വരുന്നേ? ഹല്ലേലൂയ. കർത്താവ് എന്തിനാ വന്നേ? കള്ളൻ എന്തിനാ വരുന്നേ? ഇതിൻ്റെ രണ്ടിൻ്റെ വിശദീകരണമാണ് ഈ വാക്യത്തിലുള്ളത്. ആദ്യ ഭാഗവും 2-ാം ഭാഗവുമായിട്ട് ഈ വാക്യത്തെ തിരിച്ചുകൊണ്ട് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യമേ കള്ളൻ വരുന്നതിൻ്റെ കാര്യമാണ്. കള്ളൻ എന്തിനു വേണ്ടിയാണ് വരുന്നത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇവിടെ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്, എന്തിനെയാണ് എന്നറിയണമെങ്കിൽ ഞാൻ ഒരു വാക്യം മേളിലോട്ട് കയറി വായിക്കുവാനായിട്ട് നിങ്ങളെ വിശേഷാൽ ക്ഷണിക്കുന്നു. 10-8 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എനിക്ക് മുമ്പേ വന്നവർ ഒക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. നിങ്ങളുടെ വീടുകളെ ഉള്ളത് മോഷ്ടിക്കുകയും നിങ്ങളിലുള്ളത് അപഹരിക്കുകയും ചെയ്തവരാണ് എനിക്ക് മുമ്പേ വന്നവരൊക്കെ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇവിടെ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന വേറെ ആരെയുമല്ല, സാക്ഷാൽ പിശാചിനെയാണ്. പിശാച് വന്നത് ലോകത്തിൽ നഷ്ടപ്പെടുത്തുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ കർത്താവായ യേശു വന്നത് അതിനൊന്നുമല്ല. 10-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിക്കാന്, അറക്കാന്, മുടിക്കാന്, ഇതിന് മൂന്നിന് വേണ്ടിയാണ് കള്ളൻ വന്നിരിക്കുന്നത്. കള്ളൻ എവിടെ വരുന്നു അവിടെ എല്ലാം ഇത് മൂന്നും നടക്കും. മോഷണം അവിടെ നടക്കും. കള്ളൻ്റെ പ്രധാന ഉദ്ദേശം മോഷണമാണ്. ആ മോഷണം നടത്താൻ വേണ്ടി നടക്കുമ്പോൾ ചില സംഭവങ്ങളാണ് അവിടെ പിന്നെ പറയുന്നത്. ചിലപ്പോൾ അറക്കേണ്ടി വരും, ചിലപ്പോൾ മുടിക്കേണ്ടി വരും, ചിലപ്പോൾ കൊല്ലേണ്ട വരും. ഹല്ലേലൂയ. മോഷ്ടാക്കളുടെ അതറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, ചില വീടുകളിൽ അവർ അപഹരിക്കുന്നതിന് മുമ്പ് അറക്കാറുണ്ട്, ആ വീട് തന്നെ മുടിക്കാറുണ്ട്, അവിടെ കൊലപാതകം തന്നെ നടത്താറുണ്ട്. മോഷണത്തിൻ്റെ പിൻബലത്തിൽ നടന്ന കൊലപാതകങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ കള്ളൻ വന്നത് അറുക്കാനും മുടിക്കാനും നിങ്ങളിലുള്ളതിനെ, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, നിങ്ങളിലുള്ളതിനെ മോഷ്ടിക്കാനുമാണ്. ഹല്ലേലൂയ. നിങ്ങളിലുള്ളതിനെ അപഹരിക്കുവാനുമാണ്, നിങ്ങളിലുള്ളതിനെ എടുത്തു കളയാനാണ് കള്ളൻ വന്നത്. എന്നാൽ കർത്താവ് എന്തിനാ വന്നേ? വായിച്ചു നോക്കി. അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ യേശു വന്നതിന്റെ ഉദ്ദേശം ഇതുവരെ അറിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് അറിയണമേ. കുറെ പേരെ നരകത്തിൽ തള്ളാൻ വേണ്ടി അല്ല യേശുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. കുറെ പേർക്ക് ശിക്ഷ വിധിക്കാനല്ല യേശുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. പിതാവായ ദൈവം അവിടുത്തെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതിന് പിന്നിൽ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും. ഒന്നുകൂടെ കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ. യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ് യേശു വന്നത്. യേശുവിൻ്റെ ആഗമന ഉദ്ദേശം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് ശരിയായ രീതിയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ബോധ്യം വരണം. വേറെ ഒന്നുമല്ല, യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഹല്ലേലൂയ. മോഷ്ടിപ്പാനും അറപ്പാനും മുടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകാനും. എല്ലാവരും ആ പദം ഒന്ന് എടുത്തു പറയണമെന്ന് ഞാൻ ആശിക്കുകയാണ്. ജീവൻ ഉണ്ടാകുവാൻ. ഒന്ന് ഉറക്കെ പറ, ജീവൻ ഉണ്ടാകാൻ. യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ, യേശു വന്നത്
നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഇടയൻ, ആട്, വാതില്, തൊഴുത്ത്, ഇതിൻ്റെ വിശദീകരണങ്ങളാണ്. അവിടെ താഴേക്ക് വിശദീകരിച്ച് വരുമ്പോഴാണ് ആ ജീവന്റെ കാര്യം വിശദീകരിക്കുമ്പോഴാണ് 11-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി, ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. മേളി പറഞ്ഞു, മോഷ്ടിപ്പാനും അറക്കാനും മുടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനും. അപ്പൊ നമുക്ക് യേശുവിനെ വിശ്വസിച്ചപ്പോൾ കിട്ടിയ ജീവന്റെ പ്രത്യേകതയാണ് അത് സമൃദ്ധമായ ജീവനാണ്. ഒന്ന് അത് ജീവനാണ്, രണ്ട് അത് സമൃദ്ധമായ ജീവനാണ്. അത് ആ സമൃദ്ധമായ ജീവൻ ആരുടെ ജീവനാണെന്നാണ് 11-ാം വാക്യത്തിൽ വിശദീകരിക്കുന്നത്. യേശു വന്നത് ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാ. ആ വന്ന ജീവന്റെ പ്രത്യേകത അത് സമൃദ്ധമായ ജീവനാണ്. ആ വന്ന ജീവൻ ആരുടെ ജീവനാണ് എന്നാണ് താഴെ വിശദീകരിക്കുന്നത്. തന്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, തന്റെ ജീവനെ കൊടുക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു ഇടയനും നമ്മെ ആടുകളുമായിട്ടുള്ള വിശദീകരണമാണ്. യേശു ഇടയനും നമ്മെ ആടുകളുമായിട്ടുള്ള വിശദീകരണമാണ്. ആ വിശദീകരണം താഴേക്ക് വിശദീകരിക്കുമ്പോഴാണ് പറയുന്നത്, ആട് ജീവിക്കുന്നത് ഇടയന്റെ ജീവനെയും കൊണ്ടാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ആട് ജീവിക്കുന്നത് ആടിന്റെ ജീവനെയും കൊണ്ടല്ല, ആട് ജീവിക്കുന്നത് ഇടയന്റെ ജീവനെയും കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആട് ജീവിക്കുന്നത് ആടിന്റെ ജീവനും കൊണ്ടല്ലാതെ പിന്നെ ആട് പിന്നെ എങ്ങനെയാ? ഇതാ ഞാൻ പറഞ്ഞത്, ആട് ജീവിക്കുന്നത് ഇടയന്റെ ജീവനെയും കൊണ്ടാണ്. അതാണ് ഈ ആടിന്റെ പ്രത്യേകത. അതാ വാക്യത്തിൽ കണ്ടത്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞേ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. വച്ചതി പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ ജീവനെ കൊടുക്കുന്നു. ഒന്നുകൂടെ പറയാ, ജീവനെ കൊടുക്കുന്നു, ജീവനെ കൊടുക്കുന്നു. അപ്പൊ യേശു ഇവിടെ വിശേഷിപ്പിക്കുന്ന ആടുകൾ ആരാ? യേശു ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആടുകൾ ആരാ? എല്ലാവരും തൊട്ട് പറയുന്നത് ഞാൻ ആടെന്ന്. പക്ഷെ നിങ്ങളാകുന്ന ആടിൻ്റെ പ്രത്യേകത ഇപ്പം മനസ്സിലായോ? നിങ്ങളാകുന്ന ആടിൻ്റെ ഉള്ളിലേക്ക് ഒരു ജീവൻ വന്നിരിക്കുക. ആ ജീവനുള്ള ആടുകളാണ് നിങ്ങൾ. ആരുടെ ജീവനായത്? ഇടയൻ്റെ ജീവനായത്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഇടയൻ്റെ ജീവനുള്ള ആടുകളെ കാണണമെങ്കിൽ നിങ്ങളെ തന്നെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചിട്ട് പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ സുവിശേഷത്തിൽ തന്നെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന വാക്യങ്ങൾ ഒക്കെ കാണുമ്പോൾ ഞാൻ ഞെട്ടുകയായിരുന്നു. ദൈവമേ, ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടിനെ പോലെ എന്നെ അയക്കുകയോ എന്ന് ചോദിക്കുമായിരുന്നു ഞാൻ. അയ്യോ, ചെന്നായി കടിച്ചു കീറുന്നതല്ലേ, ചെന്നായിയുടെ നടുവിലേക്ക് കുഞ്ഞാടായിട്ട് എന്നെ അയക്കുകയോ എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ പരിഭവത്തോടെ ആദ്യ വേളകളിൽ ഉണ്ടായപ്പോഴാണ് ഈ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ചെന്നായിയുടെ മുമ്പിലേക്ക് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 3-ാമത്തെ വചനം, 3-ാമത്തെ വാക്യം. പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ. അയ്യോ, എങ്ങോട്ടാ വിട്ടത്? ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് വിട്ടത്. നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിലേക്കാണ് വിട്ടത്. എന്നിട്ട് പറയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായിയുടെ നടുവിൽ പെട്ടുപോകുന്ന കുഞ്ഞാടിൻ്റെ അവസ്ഥ അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, എന്താ സംഭവിക്കുന്നത്? ചെന്നായി അതിനെ കണ്ടം തുണ്ടമായി കടിച്ച് കീറിക്കളയും അല്ലേ? നിങ്ങൾക്കറിയാം, ചെന്നായി വരുന്നത് കാണുമ്പം ആടുകളെല്ലാം ഓടി ഒളിക്കും. വേറെ ഒന്നും കൊണ്ടുമല്ല, പ്രാണരക്ഷാർത്ഥം പാവങ്ങൾ ഓടി ഒളിക്കുന്നതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഹല്ലേലൂയ. ഇവിടെ ഇതാ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു വെച്ചാ. പോകുവിൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരല്പം സങ്കോചം തോന്നിയേക്കാം. ദൈവമേ, എന്നെ കടിച്ചു കീറിക്കളയുമോ ഈ ചെന്നായി? പക്ഷേ അതിനു മുമ്പേ നിങ്ങൾ യോഹന്നാൻ 10-ന്റെ 11-ാമത്തെ വാക്യം വായിച്ചിട്ട് വേണം ഈ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുവാനായിട്ട്. ഇത് ഏത് കുഞ്ഞാടാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കി
ശ്രദ്ധിക്കൂ, ഈ കുഞ്ഞാടിനൊരു പ്രത്യേകതയുണ്ട്. ഈ കുഞ്ഞാടിന്റെ ഉള്ളിൽ ഇടയന്റെ ജീവനുണ്ട്. ഓ ഹല്ലേലൂയ. 10 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അല്ലേ? 11 ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഓ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ ഈ ആടുകളുടെ പ്രത്യേകത മനസ്സിലായല്ലോ. ഈ ആടുകളിലുള്ള ജീവൻ ആരുടെ ജീവനാ? ഇടയന്റെ ജീവനാ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത് കരമുയർത്തി, 2 കരമുയർത്തി ഒന്ന് പറയാമോ? എന്നിലുള്ളത്, എന്നിലുള്ളത്. മടിക്കാതെ ഒന്ന് പറഞ്ഞ്, എന്നിലുള്ളത്, എന്നിലുള്ളത്. എല്ലാ മക്കളും കരമുയർത്തി ഒന്ന് പറഞ്ഞ്, എന്നിലുള്ളത്, എന്നിലുള്ളത് ഇടയന്റെ ജീവനാണ്. ഇടയന്റെ ജീവനാ. ഏത് ചെന്നായിയുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഇടയന്റെ ജീവനാണ് ഈ ജീവൻ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെന്നായെ കീറിക്കളഞ്ഞ ഇടയന്റെ ജീവനാണ് നിങ്ങളിൽ വന്നിരിക്കുന്ന ജീവൻ. ഹല്ലേലൂയ. അപ്പോൾ മട്ടും ഭാവവും ഒക്കെ കണ്ടാല്, പുറമേ നോക്കിയാല് കുഞ്ഞാടിനെ പോലെയാണെങ്കിലും നിങ്ങളുടെ അകത്തുള്ള ജീവൻ ഏത് ജീവനാ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ഇടയന്റെ ജീവനാ. ഓ ഒന്ന് മടിക്കാതെ ഒന്ന് പറഞ്ഞേ, ഇടയന്റെ ജീവനാ. ഉറക്കെ പറ, ഉറക്കെ പറഞ്ഞ് സ്വീകരിക്ക്. ഇടയന്റെ ജീവനാ. ഹല്ലേലൂയ. ഈ ഇടയൻ്റെ ജീവൻ്റെ പ്രത്യേകതയും കൂടെ അറിഞ്ഞാലേ ഇതിൻ്റെ ആ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നോട് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായത്തിൻ്റെ ഒന്ന് എടുത്തേ. 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:12. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ടിട്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവിടെ പിടിച്ച് ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും വിചാരമില്ലാത്തവനുമല്ലോ. ഹല്ലേലൂയ. 14-ാമത്തെ വാക്ക്. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ. ഇവിടെ കൂലിക്കാരനായ ഇടയനെ കുറിച്ചുള്ള വിശദീകരണം മേളിലുണ്ട്. എന്താ കൂലിക്കാരനായ ഇടയൻ? അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമാകയാൽ ചെന്നായി വരുമ്പോഴത്തേക്കും ഓടിപ്പോകും. പക്ഷെ ഞാൻ നല്ല ഇടയനാകുന്നു, എനിക്ക് ആടിനെ കുറിച്ച് വിചാരമുണ്ട്. എന്നെ തീർത്തിട്ടല്ലാതെ എൻ്റെ ആടിനെ തൊടാൻ ഞാൻ സമ്മതിക്കയില്ല. അതാണ് ഇവിടുത്തെ ആശയം, അതാണ് ഇവിടുത്തെ ആശയം. ചെന്നായിയുടെ മുമ്പിൽ തൻ്റെ ആടിനെ സംരക്ഷിക്കുവാൻ ചെന്നായുമായിട്ട് പടവെട്ടുന്ന ഒരു ഇടയനെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അക്ഷരാർത്ഥത്തിൽ കർത്താവ് ഇത് തന്നെയായിരുന്നു. ആടുകളായ നിങ്ങളെയും എന്നെയും അത്ഭുതകരമായി രക്ഷിക്കുവാൻ കൊടിയ ചെന്നായിയായ രക്തദാഹിയായ പിശാചുമായിട്ട് പടവെട്ടി കുരിശിൽ പൂർണ്ണ ജയം കൊണ്ടാടി. കരമടിച്ച് ഒന്ന് യേശുവിന് ആരാധന കൊടുത്തു. കുരിശിൽ യേശു കർത്താവ് പൂർണ്ണ ജയം കൊണ്ടാടി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതറിയാതിരിക്കരുത്. നിങ്ങൾ ആടുകളാണ്. നിങ്ങൾ ആടുകളാണെന്ന് പറഞ്ഞിട്ട് പറയാം, നിങ്ങളാകുന്ന ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളാകുന്ന ആടുകൾക്കുള്ളിൽ ചെന്നായെ തുരത്തിയ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചെന്നായെ വലിച്ചു കീറിയ ഒരു ജീവൻ അവശേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചെന്നായെ കീറിക്കളഞ്ഞ ഒരു ജീവൻ നിങ്ങളിലുണ്ട്. അത് യേശുവിൻ്റെ ജീവനാണ്. ആ ജീവൻ നിങ്ങളുടെ ഉള്ളിലുള്ള എത്രയും കാലം നിങ്ങൾക്ക് പരാജയപ്പെടാൻ കഴിയുകയില്ല. പിശാച് വന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ്. പക്ഷെ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവന്. ഒന്ന് പറഞ്ഞേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാ. പിശാച് വന്നത് അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണെങ്കിൽ കർത്താവ് വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധമായ ജീവനുണ്ടാകാനും. നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങളിലുണ്ടായ സമൃദ്ധമായ ജീവന്റെ പ്രത്യേകതയാണ് ഞാൻ താഴേക്ക് വിശദീകരിച്ചത്. ആ ജീവൻ ചെന്നായിയുടെ മുമ്പിൽ പതറിപ്പോയ ജീവനല്ല, ചെന്നായെ വലിച്ചു കീറി ജയമെടുത്ത ജീവനാ നിങ്ങളിലുള്ളത്. ഹല്ലേലൂയ. ജയമെടുക്കേണ്ട ജീവനല്ല നിങ്ങളിലുള്ളത്, ജയമെടുത്ത ജീവനാ നിങ്ങളിലുള്ളത്. ഒന്ന് അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞ്, ജയമെടുക്കേണ്ടിയ ജീവനല്ല നിങ്ങളിലുള്ളത്, ജയമെടുത്തവന്റെ ജീവനാ നിങ്ങളിലുള്ളത്. ഹല്ലേലൂയ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, ജീവിപ്പിച്ചു.
ഹല്ലേലൂയ. യേശുവിന്റെ ജീവൻ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടന്നവരായിരുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് യേശു അയച്ചു. എൻ്റെ ഉള്ളിലേക്ക് യേശു അയച്ചു. ആ അയച്ച ജീവന്റെ പ്രത്യേകതയാ പറഞ്ഞേ, ഇത് ചെന്നായി വരുമ്പോൾ മുട്ടിടിക്കുന്ന ജീവനല്ല, ചെന്നായ കീറിയവന്റെ ജീവനാണ്. ഓ, അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ചെന്നായ കീറിയവന്റെ ജീവനാണ്. ഓ ഹല്ലേലൂയ. അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഇന്ന് അടുത്ത് വരുന്ന സകല ചെന്നായ്ക്കളും കുഞ്ഞാടിനെ കണ്ട് മറ്റും ഭാവമൊക്കെ കണ്ടിട്ട് ഇതൊരു കുഞ്ഞാടാണെന്ന് തോന്നുന്നല്ലോ. ഒന്ന് പിടിച്ചു തീർത്തേക്കാമെന്ന് പറഞ്ഞ് ഒന്ന് വലിച്ചു കീറിയേക്കാമെന്ന് പറഞ്ഞ് അടുത്ത് വന്നാൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പുറമേ മറ്റും ഭാവമൊക്കെ കുഞ്ഞാടിൻ്റെതാണേലും അകത്ത് ജീവൻ ഇടയൻ്റെ ജീവനാ. അകത്തുള്ള ജീവൻ. ഓ, എത്ര പേര് അതിനെ സ്വീകരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇന്നിവിടെ സകല പരാജയങ്ങളുടെയും മുഖങ്ങളെ കാറ്റിൽ പറത്തി ഒരസാധാരണ ജയം ദൈവമക്കൾ ഏറ്റെടുത്തിട്ട് ഇന്ന് ഇവിടുന്ന് പോകാവുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജീവൻ ആടുകളുടെ മേൽ, ഓ ഹല്ലേലൂയ, ജയം കൊണ്ടാടിയ യേശുവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ഏത് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതിനെയും കടിച്ചു കീറാനുള്ള ഒരു വലിയ തിരിച്ചറിവാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ജീവൻ്റെ ഇച്ചിരി പ്രത്യേകതയും പറയാം. ഈ ചെന്നായെക്കുറിച്ചുള്ള വിശദീകരണം കൂടെ പറയാം. നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് സിംഹമാണ്. ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന യേശുവിനെ പരിചയപ്പെടുത്തിയത് ഓർമ്മയില്ലേ? അവിടുന്ന് യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹമാണ്. അപ്പൊ ഭാവം കുഞ്ഞാടിൻ്റെതും പുറമേ നോക്കിയ കുഞ്ഞാടിൻ്റെ ഭാവവുമാണ്, അകത്ത് പക്ഷേ സിംഹത്തിൻ്റെ ഊരുമാണ്. എത്ര പേര് കാണുന്നുണ്ട്? ഇനി എന്നോടൊന്ന് ചേർന്ന് പറയുക. എന്നോടൊന്ന് നിങ്ങൾ മറുപടി പറയുക. ഏതേലും ചെന്നായി ഈ കണ്ട കാലം മുഴുവൻ സിംഹത്തോട് പടവെട്ടാൻ പോയിട്ടുണ്ടോ? വിവരമുള്ള ഏതേലും ചെന്നായി സിംഹത്തോട് പടവെട്ടാൻ പോവോ? സിംഹം കാട്ടിലെ രാജാവാ. അവൻ്റെ മേളിലൊന്നുമില്ല, എല്ലാം ഉള്ളത് അവൻ്റെ കീഴിൽ മാത്രമേ ഉള്ളൂ. അറിയാവുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതേ ജീവനെയാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഏത് ജീവനെയാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്നറിയാമോ? ചെന്നായെ വലിച്ചു കീറിയ ഇടയൻ്റെ ജീവനെ. ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സിംഹത്തിൻ്റെ ശക്തിയുള്ളവരാക്കിയാണ് നിങ്ങളെ യേശു ക്രിസ്തുവിൽ മാറ്റിയിരിക്കുന്നത്. ഹല്ലേലൂയ. സുരക്ഷിതമായ ഒരു സുരക്ഷാ വലയത്തിനകത്ത് ഞാൻ സുരക്ഷിതനാണെന്നുള്ള തിരിച്ചറിവുണ്ടോ? ആ തിരിച്ചറിവ് മാത്രം മതി ജയകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്. ഹല്ലേലൂയ. ഞാനിവിടെ രണ്ട് ആശയങ്ങൾക്കെതിരെ സംസാരിക്കുകയാണ്. ഒരു പ്രധാന ആശയത്തെ ഉറപ്പിക്കാനായിട്ട് ഞാൻ ഒന്നാമത്തെ ആശയത്തിനെതിരെ സംസാരിക്കുന്നത് വേറെ ഒന്നിനുമല്ല. നല്ല ശതമാനം ആൾക്കാർ ചിന്തിച്ചിരിക്കുന്നത് നമ്മളെ കുഞ്ഞാടാക്കി ചെന്നായിയുടെ നടുവിലേക്ക് വിട്ടിരിക്കുന്നു. ഇടയ്ക്ക് ചെന്നായി വരും, എന്നെ തട്ടും, എന്നെ കീറും. ഇതിനകത്തുനിന്ന് ഞാൻ പ്രാർത്ഥനയിലൂടെ കരമടിച്ച് കരഘോഷം മുഴക്കി കുറേ ദിവസം പഞ്ഞം കിടന്ന് പട്ടിണി കിടന്ന് ഉപവസിച്ച് ഹല്ലേലൂയ യേശുവേ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് രക്ഷ കിട്ടുമെന്ന പ്രധാന ചിന്തയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റവും ആദ്യമേ തിരിച്ചറിയേണ്ടത് എന്താണെന്നറിയാമോ? ഇങ്ങനെ നിങ്ങൾ ജയമെടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല യേശുവിൽ നിങ്ങൾക്ക് ലഭിച്ച ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. നിങ്ങൾ എടുക്കുന്ന ജയത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, യേശു എടുത്ത ജയത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നിങ്ങൾ എടുക്കുന്ന ജയത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, യേശു എടുത്ത ജയത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്ന ജയത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഒരു ദിവസം ജയമെടുക്കാൻ മറന്നുപോയാൽ നിങ്ങൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതേസമയം യേശു എടുത്ത ജയത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ജയമെടുക്കാൻ തോറ്റാലും ജയമെടുക്കാൻ മറന്നുപോയാലും ഇല്ലേലും നിങ്ങൾ ജയാളികളായിട്ട് തുടരും. കാരണം നിങ്ങളിൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ ജീവനാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഒന്നാമത് ഞാൻ വളരെ വിരോധത്തോടുകൂടെ തന്നെ എതിർക്കുന്ന ആദ്യ ആശയമാണ് ഇത് ദൈനംദിന ജയമെടുക്കാനുള്ള ജീവിതമാണെന്നുള്ള തെറ്റിദ്ധാരണ. ദൈനംദിന ജയമെടുക്കാനുള്ള ജീവിതമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജയമെടുക്കാൻ കഴിയുമായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാലും ജയമെടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ യേശുവിനെ വിട്ടത്? നിങ്ങൾ അങ്ങ് ജയമെടുത്താൽ പോരായിരുന്നോ? നിങ്ങൾക്ക് എങ്ങനെയാലും പിശാചിനെയോ അവൻ്റെ പരീക്ഷകളെയോ അവൻ്റെ മേലുള്ള പോരാട്ടങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ജയമെടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ യേശുവിൻ്റെയോ ക്രൂശിലെ ദിവ്യബലിയുടെയോ പൂർത്തീകരണ പ്രവൃത്തിയുടെയോ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ.
നിങ്ങൾക്ക് ജയമെടുക്കാൻ കഴിയാത്തിടത്താണ് ആത്മാവായ പിശാചിനോട് ആത്മാവിൽ വന്ന് യേശു പടവെട്ടി പൂർണ്ണ ജയമെടുത്ത് തന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്നെ യേശു എടുത്ത ജയത്തിൽ ജീവിക്കുക. കരമടിച്ച് ഒന്ന് യേശുവിന് ആരാധന കൊടുത്തു. യേശു എടുത്ത ജയത്തിൽ ജീവിക്കുക. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, യേശു എടുത്ത ജയത്തിൽ ജീവിക്കാനാ വിളിച്ചിരിക്കുന്നത് എന്നെ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, യേശു എടുത്ത ജയത്തിൽ. ഉറക്കെ പറയുക, യേശു എടുത്ത ജയത്തിൽ. യേശു എടുത്ത ജയത്തിൽ ജീവിക്കാനായി എന്നെ വിളിച്ചിരിക്കുന്നേ. ഓ, ജീവിക്കാനായി. ഉറക്കെ പറയുക, ജീവിക്കാനായി എന്നെ വിളിച്ചിരിക്കുന്നേ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ കൂടെ ഞാൻ എടുത്തു മാറ്റട്ടെ. നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ പിശാചിന് കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ. ഒരിക്കലുമില്ല സഹോദരങ്ങളെ. സിംഹത്തെ കീഴടക്കാൻ ഇന്ന് വരെ ഒരു ചെന്നായ്ക്കും പറ്റിയിട്ടില്ല. നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. നിങ്ങൾ ആരാണെന്നുള്ള അറിവിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഗർജിക്കുന്ന സിംഹത്തെ കാണുമ്പം നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെന്നായും മെനക്കെട്ട് വരത്തുപോലും ഇല്ല. അതിനാദ്യമേ ചെയ്യേണ്ടത് put on the new man in Christ and stand firm for the Christ. എഴുന്നേറ്റ് നിൽക്കുക യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ഉണർന്നെഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിൽ നിങ്ങൾ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരട്ടെ. അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ പിശാച് വരുന്നില്ല എന്ന് വാക്യത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അറപ്പും മുടിപ്പും മോഷണവും ഒക്കെ ഇനി നടക്കുമെന്ന് വല്ലവരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാൻ 10 യേശു പറയുന്ന അവസ്ഥയല്ല ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോഴുള്ള അവസ്ഥ. അന്ന് ബലവാൻ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ബലവാൻ അവൻ ആയുധം ധരിച്ച് അരമന കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ബലവാൻ ബന്ധിക്കപ്പെട്ടു. 2016 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവരി ക്രൂശിൽ പിശാചിന്റെ മേൽ വാഴ്ചകളെയും അധികാരങ്ങളെയും വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി സമ്പൂർണ്ണ ജയമെടുത്തു കഴിഞ്ഞു. ആ ജയത്തിലാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചത്. നിങ്ങൾ വീണ്ടും ജനിച്ചത് ആ ജയത്തിലാണ്. നിങ്ങൾ ജനിച്ചു വീണവർ കുറെ നാൾ ശ്രമിച്ച് ജയമെടുക്കുവല്ല. നിങ്ങൾ ജനിച്ചു വീണത് തന്നെ യേശുക്രിസ്തുവിലുള്ള ഈ ജയത്തിലാണ്. അപ്പം ഇനി നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഈ ജയത്തെ ആഘോഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് പറഞ്ഞ്, ഈ ജയത്തെ അറിഞ്ഞ് ആഘോഷിക്കാനാണ് കർത്താവ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം യോഹന്നാൻ 10:10 വായിച്ചിട്ട് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ പിശാച് വരുന്നില്ല. എൻ്റെ വീട്ടിലും പിശാച് അങ്ങനെ വരുമോ? അറക്കുമോ, മുടിക്കുമോ, മോഷ്ടിക്കുമോ? ഈ വാക്യം വെച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് പ്രൊമോഷൻ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ യോഹന്നാൻ 10:10 പ്രകാരം എനിക്ക് കിട്ടേണ്ട പ്രൊമോഷൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷ്ടിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ സഹോദരങ്ങളെ, തെറ്റിദ്ധാരണ വരുത്തി വെറുതെ നിങ്ങൾ ബന്ധിക്കപ്പെടരുതേ. ഇന്ന് തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിലൊരു ജീവിതമുണ്ട്. അത് ജയത്തിൻ്റെ ജീവിതമാണ്. അത് പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് കയറുന്ന ജീവിതമല്ല, ജയത്തിൽ നിന്ന് ജയത്തിലോട്ട് കയറുന്ന ജീവിതമാണ്. ഓ, അത് പരാജയത്തിൽ നിന്ന് ജയത്തിലോട്ട് കയറുന്ന ജീവിതമല്ല, ജയത്തിൽ നിന്ന് ജയത്തിലോട്ട് കയറുന്ന ജീവന. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ജീവന. അത് അനുഭവിക്കുന്നവരൊന്ന് കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ. വേറൊരു അപകടം കൂടെ എനിക്കുണ്ടായിരുന്നു. ഈ കണ്ണിലെ ലെൻസിൻ്റെ അകത്ത് ഒരു ചെമ്മീൻ മുള്ളു കയറി. ഇന്ന് കർത്താവ് ശരിയാക്കി തരിക കേട്ടോ. യേശുവെ ഞങ്ങൾ വിളിച്ചു. കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾ വിളിച്ചു. യേശുവെ, ഈ കൈ ഇന്നിവിടെ ഉയരണം. എൻ്റെ യേശുവിൻ്റെ മഹത്വത്തിനായിട്ട്. ബോംബ്രർ, ഈ കൈ ഒന്ന് നീട്ടി പിടിച്ചോ. നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ കൈയിലേക്ക് കർത്താവിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ. സമൃദ്ധി ഇറങ്ങട്ടെ, സമൃദ്ധി ഇറങ്ങട്ടെ, സമൃദ്ധി ഇറങ്ങട്ടെ. വെള്ളം ഒന്ന് ഉയർത്താൻ നോക്കിയോ. ഒന്ന് നോക്കിയോ. വിട്ടേച്ച് മെച്ചം നോക്കിയോ. വിട്ടേച്ച് മെച്ചം നോക്കിയോ. വിടട്ടെ, ഞാൻ വിടട്ടെ. നിൽക്കുമോ? നിൽക്കുമോ? നിൽക്കും. ഒന്ന് താഴ്ത്തിയിട്ടൊന്ന് ഉയർത്താമെന്ന് നോക്കിയാൽ. വാവ്. യെസ്, ചെയ്തു കഴിഞ്ഞു. കാഴ്ചയുള്ള കണ്ണെന്ന് അടയ്ക്ക്. കാഴ്ചയുള്ളത് അടയ്ക്ക്. കാണുന്നുണ്ടോ എന്നെ? മുമ്പത്തിൽ നന്നായി കാണുന്നുണ്ടോ? കാണുന്നു. മുമ്പത്തിൽ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.